കലാസൃഷ്ടിയുടെ പേരിൽ അശ്ലീലവും അസഭ്യങ്ങളും എഴുതി നിറച്ച ലിനോകട്ട് ഗ്രാഫിക് പ്രിന്റുകൾ കീറിയെറിഞ്ഞ് പ്രതിഷേധം. കേരള ലളിതകലാ അക്കാദമി എറണാകുളം ദർബാർ ഹാളിലായിരുന്നു പ്രദർശനം സംഘടിപ്പിച്ചത്. ആർട്ടിസ്റ്റ് PH ഹോച്ച്മിനാണ് പ്രിന്റുകൾ കീറിയെറിഞ്ഞത്. അശ്ലീല സൃഷ്ടികൾ നിറഞ്ഞ പ്രദർശനത്തെക്കുറിച്ച് ജനം TV വാർത്ത നൽകിയിരുന്നു. അന്യവൽകൃത ഭൂമിശാസ്ത്രങ്ങൾ എന്ന പ്രദർശനത്തിലാണ് ഫ്രഞ്ച് കലാകാരി ഹെനാൻ ബെനമാറിന്റെ അശ്ലീല സൃഷ്ടി. അശ്ലീല പദങ്ങളുടെ മലയാള തർജ്ജമയാണ് കീറിയെറിഞ്ഞത്. ഇന്നലെ വൈകിട്ട് 7 മണിയോടെയാണ് സംഭവം. ഗോ ഈറ്റ് യുവർ ഡാഡ് എന്ന പേരിലുള്ള സൃഷ്ടിയിലാണ് കേട്ടാലറയ്ക്കുന്ന അസഭ്യങ്ങളും അശ്ലീലങ്ങളും മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് 7 ക്യാൻവാസുകളിലായി എഴുതി വച്ചത്. കേരള ലളിതകലാ അക്കാദമിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു ഈ മാസം 18 മുതൽ 1 മാസം നീണ്ടു നിൽക്കുന്ന പ്രദർശനം ആരംഭിച്ചത്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ കലയെ അശ്ലീലമാക്കുന്നത് ചൂണ്ടിക്കാട്ടി ജനം TV വാർത്ത നൽകിയിരുന്നു. കലാകാരന്മാർ ഇതിനെതിരെ രംഗത്ത് വരികയും സംഘാടകരായ കേരള ലളിതകലാ അക്കാദമിക്കെതിരെ വ്യാപക പ്രതിഷേധം ഉയരുകയും ചെയ്യുന്നതിനിടെയാണ് PH ഹോച്ച്മിൻ പ്രിന്റുകൾ കീറിയെറിഞ്ഞത്. പ്രിന്റുകൾ കീറിയതിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് കേരള ലളിതകലാ അക്കാദമി ചെയർപേഴ്സൺ മുരളി ചീരോത്ത് പറഞ്ഞു. ഇത് വളരെ അപലപനീയമായിട്ടുള്ള ഒരു കാര്യമാണ്. അക്കാദമി നിർവാഹക സമിതി ചെയർമാൻ എന്നുള്ള രീതിയിൽ ഞാനും വളരെ അപലപിക്കുന്നു ഈ നീച്ച പ്രവൃത്തിയെ. ഇത് നമുക്ക് ഒരിക്കലും അംഗീകരിച്ചു കൊടുത്തുകൂടാ. കാരണം എന്ന് വെച്ചാൽ ഇനിമേലിൽ ഇവിടെ ഒരു ആർട്ടിസ്റ്റ് എക്സിബിറ്റ് ചെയ്യുമ്പോൾ അവനൊരു പേടി ഉണ്ടാവാൻ പാടില്ല. കാരണം ഇത് കേരളമാണ്. കേരളത്തിൽ ഏത് രീതിയിൽ എന്തും ചെയ്യാനുള്ളൊരു ഫ്രീഡം ഉണ്ട്. ആ ഫ്രീഡം മുൻനിർത്തിക്കൊണ്ട് നമ്മളുടെ നിയമ സംഹിതയ്ക്കൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ എന്തും ചെയ്യാൻ പറ്റുന്ന ഒരു സ്വാതന്ത്ര്യം ലളിതകലാ അക്കാദമി കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കലാകാരന്മാരുടെ ഒപ്പം ഏത് നടപടിയായാലും ശരി നമ്മൾ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. ഇത്തരത്തിലുള്ള പ്രവണതകളെ നമ്മൾ വളരെ നിശിതമായിട്ട് വിമർശിക്കുന്നതോടൊപ്പം ഇതിനെതിരെ നിയമ നടപടിക്ക് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. പരാതി കൊടുക്കാൻ ഇപ്പോൾ ആർട്ടിസ്റ്റ് എത്തിയിട്ടുണ്ട്. ആർട്ടിസ്റ്റിൻ്റെ കൂടെ നമ്മൾ സ്റ്റേഷനിലോട്ട് പോവുകയാണ്. നമ്മൾ കൊടുക്കും. തന്റെ കലാസൃഷ്ടി നശിപ്പിച്ചത് ഏറെ വിഷമകരമാണെന്ന് ഹെനാൻ ബെനമാർ പ്രതികരിച്ചു. I was extremely shocked last night when I heard the news. And I haven't slept, and I was also stressed for the safety of the staff and in the future as well. So I was also relieved that it was no physical violence against people that happened, because in these moments you don't really know what's actually happening. And I was receiving just very small information. So yeah, and then I thought it was very sad as well to hear that it was artists that committed this act. Apart from the legal aspects, we were already, prior to the incident, we already discussed having a discussion, public discussion, where I can present my work and people can come and ask questions and have comments, etc. And we can have a discussion. So this date and time will be issued very soon, very shortly. It will take place next week. സ്ത്രീകളും കുട്ടികളുമെല്ലാം കാണാനെത്തുന്ന പ്രദർശന വേദികളിൽ അശ്ലീല വാക്കുകൾ എഴുതി വയ്ക്കുമ്പോഴും ഇതിനെയെല്ലാം പിന്തുണയ്ക്കുന്ന നിലപാടാണ് ലളിതകലാ അക്കാദമിക്ക്. ജനം, കൊച്ചി.